മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ 1 സാമുവേൽ 3-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 1 Samuel chapter 3 verse 3 and 4. ദൈവത്തിനു മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. ആത്മീയത ലോകത്തെ ആവരണം ചെയ്ത കാലങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ച ദർശനത്തിനും ബോധ്യത്തിനും അനുസരണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏകരായ വിശ്വാസം കാത്തവരാണ് വിശുദ്ധന്മാർ. അവർ ഏകാന്തപഥികരായിരുന്നു. കൂരിരുട്ടിൽ പ്രകാശിച്ച മെഴുകുതിരികളായിരുന്നു അവർ എന്ന് നമുക്ക് പറയാൻ കഴിയും. ജനങ്ങൾ ആത്മീയ പ്രബുദ്ധതയിലായിരിക്കുന്ന കാലങ്ങളിൽ വിശ്വാസം കാത്തു ജീവിക്കുന്നത് താരതമ്യേന പ്രയാസരഹിതമാണ്. വിപരീത സാഹചര്യങ്ങളിൽ ഏകരായ വിശ്വാസം കാത്തവരാണ് സഭയെ നാശത്തിൽ നിന്നും വിടുവിച്ചത്. പ്രവാചകന്മാരും പ്രവചനവുമില്ലാതെ ആത്മീയമായ ജനം മന്ദഗതിയിലായിരുന്ന കാലത്താണ് സാമുവേൽ പ്രവചനവുമായി രംഗപ്രവേശനം ചെയ്തത്. ആത്മീയമായ അന്ധകാരം സർവത്ര വ്യാപിച്ചിരുന്നു. ശീലോയിലെ ദേവാലയവും മ്ലേച്ഛതയുടെ വികാരരംഗമായിരുന്നു. അക്കാലത്താണ് ദൈവം സാമുവേലിനോട് സംസാരിച്ചത്. സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരുന്ന കാലത്താണ് മഹാനായ പ്രവാചകൻ ഉയർന്നു വന്നത്. ധീരന്മാരായ വ്യക്തികളുടെ സേവനത്തിനായി ദൈവം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാലമാണിത്. മനുഷ്യർ ദൈവിക ചിന്ത ചിലരെല്ലാം ഉപേക്ഷിക്കുന്നു. ദൈവനാമം മറയായി പിടിച്ചുകൊണ്ട് അനീതി പ്രവർത്തിക്കുവാൻ പോലും മടിക്കുന്നില്ല. കർത്താവായ ഈശോയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സഭ ഈ ലോക സമ്പാദ്യങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കുന്നു. ഈ വിധത്തിൽ ചിന്തിച്ചു ഭാരപ്പെടുകയല്ല, നമ്മാലാവത് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇരുട്ടിനെപ്പറ്റി പറഞ്ഞ് വിലപിക്കുന്നതിനേക്കാൾ നല്ലത് ഇരുളിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുകയാണ്. അന്ധകാരത്തിൽ നാം എരിഞ്ഞു തീരുന്ന തിരിയായി തീരട്ടെ. ആത്മീയ അധപ്പതന കാലം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കരങ്ങളിലെ ആയുധമായി തീരുവാൻ ഏറ്റവും അനുയോജ്യമായ കാലമാണ്. ഇരുട്ട് വർദ്ധിക്കുമ്പോൾ മെഴുകുതിരിയുടെ പ്രകാശം വർദ്ധിക്കും. അന്ധകാരകാലത്ത് ക്രൈസ്തവന്റെ മേന്മയും അധികമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.